റഷ്യ ഇന്ത്യ നയതന്ത്ര ബന്ധം മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലാണ് ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും ഒരുമിച്ച് നടത്തുന്ന പല പദ്ധതികളും ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്നവയാണ്. ഏറ്റവും ഒടുവിൽ മോസ്കോയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. കഴിഞ്ഞ ദിവസമാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത്. രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തത്തിന് കൂടുതൽ സാധ്യതകളുണ്ടെന്നും സംയുക്ത പരിശ്രമങ്ങൾ ശ്രദ്ധേയമായ ഫലങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും ഇരു നേതാക്കളും അഭിപ്രായപ്പെട്ടു. നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദം ഏറ്റവും ഉയരമുള്ള പർവ്വതത്തേക്കാൾ ഉയർന്നതും ആഴമേറിയ സമുദ്രത്തേക്കാൾ ആഴമുള്ളതാണെന്നും യോഗത്തിൽ സിംഗ് പറഞ്ഞതായി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നു. ഇന്ത്യ എക്കാലവും റഷ്യൻ സുഹൃത്തുക്കൾക്കൊപ്പം നിന്നിട്ടുണ്ടെന്നും ഭാവിയിലും അത് തുടരുമെന്നും പ്രതിരോധ മന്ത്രി പുടിനെ അറിയിച്ചു കഴിഞ്ഞു. 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് രാജ്നാഥ് സിംഗ് റഷ്യയിലെത്തിയത്. മോസ്കോയിലെത്തിയ രാജ്നാഥ് സിംഗിന് റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ വെങ്കിടേഷ് കുമാറും റഷ്യൻ പ്രതിരോധ ഉപമന്ത്രി അലക്സാണ്ടർ ഫോമിനും ചേർന്ന് ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോസ്കോ സന്ദർശിച്ച് പുടിനുമായി ഉച്ചകോടി ചർച്ച നടത്തി 5 മാസത്തിന് ശേഷമാണ് രാജ്നാഥ് സിംഗിന്റെ റഷ്യൻ സന്ദർശനം. ഉച്ചകോടിയിൽ ഇന്ത്യ റഷ്യ പ്രതിരോധ സൈനിക ബന്ധം കൂടുതൽ വിപുലീകരിക്കുമെന്ന് ഇരുപക്ഷവും ചർച്ച നടത്തിയെന്നാണ് വിവരം. മോസ്കോയിലെ ക്രെംലിനിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സന്ദർശിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പ്രതിരോധ മന്ത്രി എക്സിൽ കുറിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെയും റഷ്യയുടെയും തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് പ്രതിരോധ സഹകരണം. 2021 ഡിസംബർ 6 ഡൽഹിയിൽ നടന്ന ഇന്ത്യ റഷ്യ യോഗത്തിലാണ് 2021-2031 വർഷത്തിലേക്കുള്ള കരാർ ഒപ്പുവെച്ചത്. ഇതുപ്രകാരം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആയുധ സംവിധാനങ്ങളുടെയും വിവിധ സൈനിക ഉപകരണങ്ങളുടെയും ഗവേഷണ വികസനം, ഉൽപാദനം എന്നീ മേഖലകളിൽ സൈനിക സാങ്കേതിക സഹകരണം കൂടുതൽ വികസിപ്പിക്കാം. കരാറിന്റെ അടിസ്ഥാനത്തിൽ റഷ്യയും ഇന്ത്യയും തമ്മിൽ ഇടയ്ക്കിടെ സായുധ സേനാംഗങ്ങളുടെ കൈമാറ്റങ്ങളും സൈനികാഭ്യാസങ്ങളും നടത്തുകയും ചെയ്യുന്നുണ്ട്. അതേസമയം 7 പതിറ്റാണ്ടിലേറെ നീണ്ടു നിൽക്കുന്ന ഉഭയകക്ഷി ബന്ധമാണ് ഇന്ത്യക്ക് റഷ്യയുമായുള്ളത്. മാത്രമല്ല, റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരനുമാണ്. ഡിസംബർ 9 കലിനിൻഗ്രാഡിലെ യന്ത്രക്കപ്പൽശാലയിൽ ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ മൾട്ടി റോൾ സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റായ INS തുഷിൽ കമ്മീഷൻ ചെയ്തിരുന്നു. 2018 ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒപ്പുവെച്ച കരാറിന്റെ ഭാഗമായി കമ്മീഷൻ ചെയ്യുന്ന ആദ്യ യുദ്ധക്കപ്പലാണ് INS തുഷിൽ. അതേസമയം റഷ്യയിൽ നിന്ന് നേരിട്ട് 2 യുദ്ധക്കപ്പലുകൾ വാങ്ങാനും ഇന്ത്യക്ക് പദ്ധതിയുണ്ട്. ഈ പുതിയ കപ്പലുകൾക്ക് ഇന്ത്യയുടെ പ്രത്യേക ആശയവിനിമയ സംവിധാനങ്ങളും ആയുധങ്ങളും ഉൾക്കൊള്ളാനുള്ള സംവിധാനങ്ങളുമുണ്ട്.